മാ ഖല്ല അമലുൻ, ഒരു അമല് ഖലീലല്ല, ബറസ മിൻ ഖൽബി സാഹിബ്, ദുനിയാവുമായിക്കൊണ്ട് ചിന്തയില്ലാത്ത ആൾക്കാരുടെ കൽബിൽ നിന്നും വരും. ദുനിയാവിനോട് പ്രേമയില്ലാത്തവരെന്നതിനർത്ഥം. അത് ഖലീലല്ല, അത് കസീർ തന്നെയാണ്. അവരൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് ചൊല്ലിയാൽ മതി, ഇത് കസീറാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞല്ലോ, മൂസ നബി അലൈഹി സ്വലാമിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തട്ടിലും ലോകം ഒന്നാകെ മറ്റേ തട്ടിലും വെച്ചാല് മൂസ നബി അലൈഹി സ്വലാമിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഭയങ്കര കനം കൂടും. കാരണം എന്താ, അത് സാഹിദിന്റെ കൽബിൽ നിന്നും വന്ന ചെറിയ അമലാണത്. മനസ്സിലായോ? എന്തായാലും അത്താവുല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ ഓരോ വാക്കുകളല്ല രസമുണ്ട്. അതേ പ്രകാരം തന്നെ വലാ കസുറ അമലുൻ, ഒരമലും കസുറാവുകയില്ല, ബർസ മിൻ ഖൽബി റാഗിബിൻ, ദുനിയാവിന്റെ പ്രേമിയായവന്റെ കൽബിൽ നിന്നും വരുന്ന എത്ര തലകുത്തി മറിഞ്ഞാലും അതൊന്നും എന്തല്ല അത് പെരുപ്പമല്ല. മഹാനായ വഫി ബഅദിൽ അഖ്ബാർ അന്ന സയ്യിദനാ ഈസാ അലൈഹിസ്സലാം മർറ ബിറജുലിൻ നായിമിൻ, ഒരു ഉറങ്ങുന്ന ആളിന്റെ അരിയിൽ കൂടി നടന്നിങ്ങനെ പോയി. അപ്പൊ നോക്കുമ്പോ കുറെ ആൾക്കാർ അപ്പുറത്ത് ഭയങ്കര ഇബാദത്തിലാണ്. ജനങ്ങള് ഭയങ്കര ഇബാദത്തിലാണ്. മഹാനായ ബഹറുൽ ഉലൂം അഅലല്ലാഹു ദറജതഹു അസ്കനഹുല്ലാഹു ഫിൽ ഫറാദീസ്, അവരിങ്ങനെ ചാലിയത്തുള്ളി ദർശനക്കുമ്പോ കബിലിയാര് വരുമ്പോ അവര് ഭയങ്കര ഇസ്രാക്കും ബാക്കിയുള്ളത് അത് ഇതും എല്ലാം കൂട്ടും. എന്നിട്ട് അവരെ പറ്റി പറഞ്ഞതാണ്, ഇൽമുണ്ടായിട്ടില്ല കാര്യം വിഭാഗത്തില്ല. മറ്റിങ്ങൾക്ക് അറിയാമായിട്ടാണ്, മറ്റിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ ഈ കബിലിയാർക്ക്. അപ്പൊ അതാണ് എന്റെ വിഷയം. അപ്പൊ ഏതായാലും ജനങ്ങൾ ഇങ്ങനെ കടന്നുറങ്ങാണ്. അല്ല, ജനങ്ങൾ ഭയങ്കര വിഭാഗത്തിൽ ഈ മനുഷ്യൻ കടന്നുറങ്ങുന്നു. അപ്പൊ ഖാല ലഹു ഈസാ അലൈഹിസ്സലാം പറഞ്ഞിടാ, എഴുന്നേക്കടാ, കും ഫതഅബ്ബദ് മഅൻ നാസ്. ജനങ്ങളൊക്കെ കണ്ട ഭയങ്കര നിസ്കാരവും കാര്യവും ദുആയും ബഹളവും, നീ എന്താ ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങുന്നേന്ന് ചോദിച്ചു. ഫഖാല, അവന് തഅബ്ബദ്തു, ഞാൻ വിവാദത്തിലാണ്, യാ റൂഹല്ലാഹ്, അള്ളാന്റെ റൂഹേ ഞാൻ ഇബാദത്തിലാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചതാണ്. ഫഖാല ലഹു, അപ്പൊ ചോദിച്ചു, വമാ ഇബാദത്തുക, എന്താണ് എന്റെ ഇബാദത്തെന്ന് ചോദിച്ചു. ഖാല, അയാൾ പറഞ്ഞു, തറക്തു ദുനിയാ ലി അഹ്ലിഹാ, ദുനിയാവിന്റെ അഹ്ലുകാർക്ക് ഞാൻ ഒഴിവാക്കി എന്ന് പറഞ്ഞു. അത് തന്നെ എന്റെ ഏറ്റവും വലിയ അമൽ. അവൻ ഈസാ നബി അലൈഹിസ്സലാം എന്താ പിന്നെ നടക്കണം പറയിക്കോ. ഫഖാല ലഹു നം നിഅമത്തുൽ ഇബാദത്തു ഹാദി, എന്താ അടിപൊളി ഇബാദത്താണ് ഈ ഇബാദത്ത് എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അയാളോട് പറഞ്ഞു എന്ന്. എന്താ ഇനി നമ്മള് 46-ാമത്തെ എന്താടാ എഴുതുന്നത് അങ്ങനെയാണ്. ഹുസ്നുൽ അഅമാലി നതായിജു ഹുസ്നിൽ അഹ്വാലി, ഫഹുസ്നുൽ അഹ്വാലി മിനത് തഹഖുഖി ഫീ മഖാമാത്തിൽ ഇൻസാലി. മാഷാ അല്ലാഹ്. ഹുസ്നുൽ അഅമാൽ എന്നുള്ളത്, മെച്ചമായ അമലുകൾ എന്നുള്ളത്, മെച്ചമായ അമലി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഈ നിസ്കാരവും ബാക്കിയുള്ള നിസ്കാരമൊക്കെ കാര്യം തന്നെയാണ്. പക്ഷേ അത് എന്ത് വേണം, അതിന്റെ ആദാബ് ശുറൂത്തുകള് പരിഗണിച്ചുകൊണ്ട്
ചെയ്യുന്നത്. അല്ലാഹ് ഉസല്ലി ലില്ലാഹ് അത് മാത്രം. പിന്നെന്തല്ല ഉസല്ലി ലിസ്സവാബ് ലിറജാഇ സവാബ് ഉസല്ലി ലിഖൗഫിൽ ഇഖാബ് അതല്ല. മനസ്സിലായില്ല? അതാണ് ഹുസ്നുൽ അഅമാൽ. അൻ തഅബുദല്ലാഹ കഅന്നക തറാ. അതല്ലേ വമൽ ഇഹ്സാൻ യാ റസൂലല്ലാഹ്. ഹുസ്നുൽ അഅമാലി നതായിജു ഹുസ്നിൽ അഹ്വാലി. അവസ്ഥകൾ മെച്ചമായതിന്റെ ഫലം ആണ് അഅമാലുകൾ മെച്ചമാവുക എന്നുള്ളത്. അവസ്ഥകൾ മെച്ചമാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? വഹുസ്നുൽ അഹ്വാലി അവസ്ഥകൾ മെച്ചമാകൽ മിനത്തഹഖ്ഖുഖി ഫീ മഖാമാത്തിൽ ഇൻസാലി. എന്താ രസം! ഇൻസാലിന്റെ മഖാമാത്തിൽ തഹഖ്ഖുഖാകുന്നതിനാൽ ഉണ്ടായിത്തീരുന്നതാണ് ഹുസ്നുൽ അഹ്വാൽ. ഹുസ്നുൽ അഹ്വാൽ എന്നുള്ളതോ ഹുസ്നുൽ അഅമാൽ എന്നുള്ളതോ നതായിജു ഹുസ്നുൽ അഹ്വാൽ. അപ്പൊ ഇവിടെ 2-3 കാര്യം മഹാനായ മുസന്നിഫ് റഹ്മഹുല്ലാഹ് പറഞ്ഞു. ഒന്ന്, അഅമാലുകളുടെ മെച്ചത്തരം, അവസ്ഥകളുടെ മെച്ചത്തരം. പിന്നെയോ തഹഖ്ഖുഖും ഫീ മഖാമാത്തിൽ ഇൻസാൻ എന്നതാണ് 3 കാര്യം പറഞ്ഞത്. ഹുസ്നുൽ അഅമാൽ എങ്ങനുണ്ടാകും? ഹുസ്നുൽ അഹ്വാൽ എങ്ങനുണ്ടാകും? മഖാമാത്തുൽ ഇൻസാൽ അതെങ്ങനെ ഉറപ്പാകും? മനസ്സിലായില്ല? മഖാമാത്തുൽ ഇൻസാലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് പെട്ടിട്ടുണ്ട്. ഒരു തന്നെ അല്ലാഹു തആല എവിടെയാണോ ഇറക്കിയത് അവിടെ നിൽക്കുക, അതിനപ്പുറത്തോട് ചാടാതിരിക്കുക. മനസ്സിലായില്ല? അപ്പൊ ഹുസ്നുൽ അഅമാൽ എന്ന് പറഞ്ഞാൽ എന്താണത്? തൗഫീഖുഹാ, ആ അമലിന് തൗഫീഖ് നൽകലാണ്, ആ അമലിന് കഴിവുണ്ടാകലാണ്. ബിമാ ഒന്നുകൊണ്ട് യജിബു ലഹ അമലുകൾക്ക് നിർബന്ധമാകുന്ന ഒന്നുകൊണ്ട്. അവന്നേതാ? മിൻ ശുറൂത്തിൻ, ആ അമലുകൾക്ക് കുറെ നിബന്ധനകളുണ്ട്. വ ആദാബി ഉബൂദിയ്യത്തിൻ ലില്ലാഹ്, അല്ലാഹുവിന് അബ്ദായിരിക്കുക എന്നതിന്റെ മര്യാദകളുണ്ട്. പിന്നെന്തല്ല? ലാ ലി ത്വലബി ഹദ്ദിൻ ആജിലിൻ, ദുനിയാവിൽ ഇന്നത് കിട്ടണം. വലാ സവാബിൻ ആജിലിൻ, ആഖിറത്തിൽ സവാബ് കിട്ടണം. ദുനിയാവിൽ കുറെ സൗഭാഗ്യങ്ങൾ കിട്ടണം എന്നതിനെ തേടിക്കൊണ്ടുള്ളതല്ല ഹുസ്നുൽ അഅമാൽ. ഹുസ്നുൽ അഅമാൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയുള്ള ഇബാദത്ത്. അത് എങ്ങനെ ഉണ്ടാകും? അത് അഹ്വാലുകൾ നന്നാക്കണം. അവസ്ഥകൾ നന്നാക്കുമ്പോൾ അതിന്റെ പ്രതിഫലമായിക്കൊണ്ട്, അതിന്റെ ഫലങ്ങളായിക്കൊണ്ട്, അതിന്റെ ഫലപുഷ്ടിയായിക്കൊണ്ട്, അതിന്റെ പഴങ്ങളായിക്കൊണ്ട് വരുന്നതാണ് ഹുസ്നുൽ അഅമാൽ. അവസ്ഥകൾ എങ്ങനെ നന്നാക്കും? അവസ്ഥകൾ എന്ത് വേണം? അവന്റെ കൽബ് മറ്റുള്ള എല്ലാ രോഗങ്ങളെ തൊട്ടും സാലിമത്താകണം. മറ്റുള്ള ക്ഷണിതാക്കൾ, മറ്റുള്ള ഏതെങ്കിലും ചില സംഗതികൾക്ക് വേണ്ടിയുള്ളതാകരുത്. സിദ്ഖിന്റെയും സിദ്ഖ് അല്ലെ, ഖുലുൽ ഹഖ്ഖ വഇൻ കാന മുർറൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ സിദ്ഖാകണം അവന്റെ അടയാളം തന്നെ. മൗസൂമത്തുൻ ബിസിമത്തി സിദ്ഖ്, സത്യം പറയുക എന്ന അടയാളം കൊണ്ട് അടയാളമാക്കപ്പെട്ടവനാവുക. കൽബ് മറ്റുള്ള എല്ലാ ചിന്തകളെ തൊട്ടും അല്ലാഹ് അല്ലാത്ത മറ്റുള്ള എല്ലാത്തിനെ തൊട്ടും ഒഴിവായതാവുക. അതാണ് ഹുസ്നുൽ അഹ്വാൽ. ഈ ഹുസ്നുൽ അഹ്വാൽ ഉണ്ടാകുമ്പോൾ അതിന്റെ നതീജയായിക്കൊണ്ടാണ്, അതിന്റെ ഫലമായിക്കൊണ്ടാണ് അമലുകളുടെ മെച്ചത്തരം ഉണ്ടാകുന്നത്. എന്നാൽ ഈ ഹുസ്നുൽ അഹ്വാൽ എവിടുന്ന് വരും? ഹുസ്നുൽ അഹ്വാൽ എവിടുന്നാ വരിക എന്ന് ചോദിച്ചാല്
അത് മിനത്ത് തഹഖുഖ് ഫീ മഖാമാത്തിൽ ഇൻസാൽ. അത്തഹഖുഖ് ഫീ മഖാമാത്തിൽ ഇൻസാൽ ഹുവ ഇർതിവാഉൽ ഖൽബി ബിമാ യുൻസിലുൽ ഹഖ് തആല ഫീ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖൽബിൽ ഇറക്കുന്ന ഒന്നുകൊണ്ട് അവൻ മേൽത്തട്ടം ധരിക്കുക. മിൻ മഖാമത്തിൽ ഉലൂമി വൽ മആരിഫി ബിഹൈരി യൻദഫി അൻ കുല്ലു ശക്കിൻ വറൈബ്. അവന്റെ കൽബിൽ ശക്കോ റൈബുകളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ അതാണ് ഇൻസാൽ തഹഖുഖ്. ശരിയാണ്. ഇനി കുറേയും കൂടെ പറയുമ്പം ഉണ്ടാവുമായിരിക്കാം. ഏതാ ഏത് ഹുസ്നുൽ അഅമാൽ. أن الأعمال الحسنة إنما هي نتائج الأعمال الحسنة القائمة بالقلب من الزهد في الدنيا والإخلاص لله لا لطلب حظ نادر ولا ثواب نادر. وحسن الأعمال നല്ല അവസ്ഥകൾ നാശിയും മിന തഹഖുഖ്. തഹഖുഖ് എന്നാൽ ഐ തമക്കുൻ ഫി മഖാമാത്തിൽ ഇൻസാൽ. ഇൻസാൽ ഐ ഫി മഖാമാത്തിൽ ലത്തി തൻസിലു ഫി ഖുലൂബിൽ ആരിഫീൻ വഹുവ കിനായത്തുൻ അനിൽ മആരിഫിൽ ഇലാഹിയ്യ. ഇലാഹിയായ അറിവുകളെ തൊട്ട് അവ്യക്തമാക്കി പറഞ്ഞതാണ്. അല്ലത്തി യൂരിദുഹു അല്ലാഹു തആല അലാ ഖുലൂബിഹിം. എന്താ അവരുടെ കൽബുകളിൽ അല്ലാഹു തആല ഇട്ടുകൊടുക്കുന്ന ഒന്നാണ്. അപ്പൊ എന്താ ഈ വഹാദിഹി സലാത്തുൽ മദ്കൂറത്തു മുറത്തബുൻ ബഅദുഹാ അലാ ബഅദിൻ വഹുവ മഅനാ മാ യഖൂലുഹുൽ ഇമാം അബൂ ഹാമിദ് റളിയല്ലാഹു അൻഹു ലാ മുദ്ദ ഫീ കുല്ലി മഖാമിൻ മിൻ മഖാമാത്തിൽ യഖീൻ. യഖീന മഖാമുകളിൽ നിന്ന് എല്ലാ ഓരോ മഖാമിലും കൂടാണ്ട് കഴിയുകയില്ല. മിൻ ഇൽം വഹാൽ വഅമൽ. ഫൽഇൽമു ഇൽമു യുൻതിജുൽ ഹാല വൽ ഹാലു യുൻതിജുൽ അമല എന്ന്. അല്ല إذا تحقق القلب بالزهد فصار له حالا أو مقاما ظهر ذلك على جوارحه من الثقة بالله والاعتماد عليه. إذا حلت الهداية قلبا نشطت في العبادة الأعضاء. لو خشع قلب هذا لخشعت جوارحه. النبي صلى الله عليه وسلم പറഞ്ഞല്ലേ. والرسول صلى الله عليه وسلم يقول لو خشع قلب هذا لخشعت جوارحه. الأعمال أعمال എന്ന് പറഞ്ഞാൽ എന്തോ ഹറക്കത്തുൽ ജിസ്മി ബിൽ മുജാഹദത്തി. കഠിനാധ്വാനം കൊണ്ട് ശരീരം ചലിപ്പിക്കുക. അൽ അഹ്വാൻ ഹറക്കത്തുൽ ഖൽബ് ബിൽ മുകാബദത്തി. കണ്ടാ വിഷമങ്ങൾ കടിച്ചിറക്കൽ കൊണ്ട് കൽബിന്റെ ചലനമാണ്. അൽ മഖാമാത്ത് സുകൂനുൽ ഖൽബി ബിത്തുമഇനീനത്തി. കണ്ടാ കൽബ് ശാന്തമാവുക എന്നതാണ്. ഹുസ്നുൽ അഅമാൽ അമല് മെച്ചമാവുക എന്നുള്ളത് ഖുലുബുക അമ്മാ യഉഖ. ആ അമലുകളെ മുടക്കാക്കുന്ന ഒന്നിനെ തൊട്ട് ഒഴിവാവുക. എന്തിനെ തൊട്ട് മുടക്കാക്കും? അനിൽ ഖബൂൽ. ഖബൂലിനെ തൊട്ട് മുടക്കാക്കുന്ന ഒന്നിനെ തൊട്ട് ഒഴിവാവുക. ഏത്? അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ അത് റിയാഇനെ തൊട്ട് ഒഴിവാകണം, യുജുബിനെ തൊട്ട് ഒഴിവാകണം, നമീമത്ത് ഫസാദുകളെ തൊട്ട് ഒഴിവാകണം. അവിടെയാണ് വരുന്നത് ഹുസ്നുൽ അഅമാൽ. نتائج حسن الأحوال القائمة بالقلوب من الزهد في الدنيا والإخلاص لله من التحقق التمكن في مقامات الإنزال المقامات التي تنزل في قلوب العارفين وهو كناية للمعارف الإلهية. അപ്പൊ എത്രത്തോളം ഇലാഹിയായ അറിവുകൾ അവന്റെ കൽബിലുണ്ടാകുന്നു അതനുസരിച്ച് അഹ്വാലുകൾ മെച്ചമാകും. അഹ്വാലുകൾ മെച്ചമാകുന്നതനുസരിച്ചുകൊണ്ട് അമലുകൾ മെച്ചമാകും എന്ന് പറഞ്ഞതിന്റെ അൽ ഹാസിൽ صدق ابن عطاء الله السكندري يفعل علينا من فيوضاته. اللهم احفظ علينا وعلى من سمع هذا الدرس من فيوضاته ومن فيوضات العارفين يا الله.